അങ്ങനെ ലീഷിന്റെ മുഖത്തുള്ള കരടോ എന്തോ ക്യുജോങ് തട്ടി മാറ്റുന്നതും ഇവനാണെങ്കിൽ ഇങ്ങനെ ഇവളെ നോക്കി നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ഇതേ ടൈമിൽ ഇവന് ഫോണിൽ ഒരു മെസ്സേജ് വരുന്നുണ്ട്. അതായത് ലീഗിന് ഇവന്റെ ക്രെഡിറ്റ് കാർഡാണല്ലോ സ്വൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത്ര പൈസ ഉപയോഗിച്ചു എന്ന് പറയുന്ന മെസ്സേജ് ആയിരിക്കും. ഇത് കണ്ട് ഇവനൊന്ന് ഷോക്ക് ആകുന്നതും എന്താ കാര്യമെന്ന് ചോദിക്കുന്ന ക്യുജോങ്ങിനോട് അല്ല ആരും നന്നായിട്ട് ബീഫ് കഴിക്കുന്നുണ്ടെന്നാണ് ഇവൻ പറയുന്നത്. ഇവൾക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. എന്നാൽ ശരി ബായ് എന്ന് പറഞ്ഞ് ഇവൾ അവിടെ നിന്നും പോകുന്നതും ഇവൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ആ ടൈമിലാണ് അടുത്ത മെസ്സേജ് വരുന്നത്. വീണ്ടും കാർഡ് സ്വൈപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. വീണ്ടും ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് ലീഷിനാണെങ്കിൽ ലീഗിനെ വിളിക്കാൻ നോക്കുന്നതും ഇതേ ടൈമിൽ ലീഗിനും ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഡോക്ടേഴ്സിനോടൊക്കെ ബായ് പറയുന്നതും ഇവർക്ക് പാഴ്സലായിട്ട് കൂടി ഇവൻ സാധനം വാങ്ങി കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന്റെ ബില്ലാണ് രണ്ടാമത്തെ മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കുക. ലീഷിന്റെ കോള് വരുന്ന ടൈമിൽ ലീഗുനാണെങ്കിൽ മെസ്സേജ് വന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്താ ഉദ്ദേശം എന്ന് ചോദിക്കുന്ന ലീഷിനോട് എൻ്റെ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്തത് വീട്ടിൽ വന്നിട്ടുണ്ട്, ഞാൻ എന്തായാലും അത് ഉപയോഗിച്ചോളാം എന്നൊക്കെ പറയുന്നതും അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ഹോസ്പിറ്റലുണ്ട്, താഴത്തേക്ക് ഇറങ്ങി വന്ന് എൻ്റെ ക്രെഡിറ്റ് കാർഡ് ഇങ്ങ് തന്നേക്കെന്ന് പറയുന്ന ടൈമിലാണ് ലീഗുൻ കറക്റ്റ് ലീഷിനെ കാണുന്നതും അതിന് ഞാൻ ഹോസ്പിറ്റലിൽ ഇല്ലല്ലോ അതുകൊണ്ട് പിന്നെ തരാമെന്ന് പറയുന്ന ടൈമിൽ ലീഷിനാണെങ്കിൽ ഫോൺ കട്ട് ചെയ്തിട്ട് ക്യുജോങ്ങിന് ഇവൻ്റെ കയ്യിലുള്ള കീ ഉണ്ടല്ലോ അത് കൊടുക്കാൻ നോക്കുന്നുണ്ട്. ആ ടൈമിലാണ് ലീഗുൻ ഇവൻ്റെ മേത്ത് ചാടി വീഴുന്നതും ഇവർ രണ്ടുപേരും വീഴുന്നുണ്ട്. ക്യുജോങ്ങും ഇവൻ്റെ കൂടെ വന്ന ഡോക്ടേഴ്സൊക്കെ തിരിഞ്ഞു നോക്കുന്ന ടൈമിൽ എന്തോ ഒന്ന് ശബ്ദം കേട്ട പോലേക്ക് ഇവർക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇവരാണെങ്കിൽ അല്ല ലീഗുൻ ഇവിടെ വരെ വന്നിട്ടുണ്ടായിരുന്നു, ഇതെവിടെ പോയി എന്ന് പറഞ്ഞ് ഇവരങ്ങ് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ഇതേ ടൈമിൽ ലീഷിനാണെങ്കിൽ ഇയാളല്ലേ ഹോസ്പിറ്റലിൽ ഇല്ല എന്ന് പറഞ്ഞ് ഇതിപ്പോൾ എവിടെ നിന്ന് വന്നു എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒരു പ്രാങ്ക് ചെയ്തതാ എന്ന് പറയുന്ന ലീഗുനാണെങ്കിൽ ഈ കീ എൻ്റേതാണെന്ന് പറഞ്ഞ് പിടിച്ചു വാങ്ങുന്നുണ്ട്. ഇതുപോലത്തെ ഒരെണ്ണം അതിന് തൻ്റെ കയ്യിൽ കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്ന ലീഷിനോട് അത് പിന്നെ ഇത് നേഴ്സ് സോങ്ങിന്റെ ആണെന്നാണ് കേട്ടോ ഇവൻ പറയുന്നത്. ലീഷിനാണെങ്കിലും ഞാനിങ്ങനെ ആർട്ടിഫിഷ്യൽ ടർഫിലൊക്കെ കടന്നിട്ട് ഇതുപോലത്തെ നാച്ചുറൽ ആയിട്ടുള്ള പുല്ലിലൊന്നും കിടന്നിട്ടില്ല എന്ന് പറഞ്ഞ് അവിടെ കിടക്കുന്നതും ഇത് കാണുന്ന ലീഗുനാണെങ്കിൽ ഇന്ന് ഞാൻ കുറേ വീണിട്ടുണ്ടെന്ന് പറഞ്ഞ് കൂടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ലീഷിനാണെങ്കിൽ കുട്ടിക്കാലത്തെ കാര്യമൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നതും എൻ്റെ ഫ്രണ്ട്സ് ആയിട്ട് കളിക്കുന്ന ടൈമിൽ തല്ലുകൂടി ഞാൻ നിന്റെ അടുത്തേക്ക് വരാറുണ്ട്, അപ്പോൾ നീ എന്താ എന്നോട് പറയാറേ എന്നിവൻ ചോദിക്കുന്നതും ആ ഒരു സീനാണ് അവിടെ കാണിക്കുന്നത്. അതായത് കുട്ടി ലീഷിന് ലീഗുനോട് വന്ന് കംപ്ലൈന്റ് പറയുന്ന സമയത്ത് ലീഗുനാണെങ്കിലും നീ ആകാശാണ് ശരിക്കും സ്വപ്നം കാണേണ്ടത്, അതിൽ ആ വലിയ മേഘം ഞാനാണെന്ന് പറയുന്നതും അപ്പോൾ ചെറിയ മേഘം ഞാനാണെന്ന് ലീഷൻ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ലീഗുനാണെങ്കിലും ഒരു കാര്യം ചെയ്യും, നീ ആ മേഘങ്ങളെ മൊത്തത്തിൽ അങ്ങ് എടുത്തേക്ക്, അതുപോലെ സൂര്യനെയും എനിക്കത് വേണ്ട എന്ന് പറയുന്നതും എനിക്ക് യൂണിവേഴ്സിനെ മൊത്തം വേണം, ഞാൻ അവിടുത്തെ ഒരു സ്റ്റാർ ആയിരിക്കുമെന്ന് ലീഗുൻ പറയുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നമുക്ക് കിട്ടത്തില്ല, അതിപ്പോൾ ഒരു വർക്കാണെങ്കിലും അതല്ല ഒരു മനുഷ്യന്റെ കാര്യമാണെങ്കിലും നമ്മൾ എപ്പോഴും ഒരു കൺട്രോൾ വെക്കണം, ഒരു ലൈൻ വരയ്ക്കണം, അതിന്റെ അപ്പുറത്തേക്ക് കിടക്കാൻ നമുക്ക് അധികാരമില്ല എന്ന് പറയുന്നതും ആ ടൈമിൽ കാണിക്കുന്നത് ഇവൻ ക്യുജോങ്ങിന് വേണ്ടി കോഫി റെഡിയാക്കി അതിലൊരു നോട്ട് പാഡ് എഴുതുന്നതായിരിക്കും. അതായത് തേയോങ് അല്ല കേട്ടോ, ഇവനാണ് കോഫി കൊടുത്തിരുന്നത്. ഇത് കേൾക്കുന്ന ലീഷിനാണെങ്കിലോ ചേട്ടന്റെ ബോഡി ഇപ്പൊ വഴങ്ങുന്നില്ല എന്നുള്ളൂ, പക്ഷെ ചേട്ടന്റെ DNA ഈ കളി അങ്ങ് ലയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും അത് പുറത്തു വരും, ചേട്ടൻ ആഗ്രഹിച്ചതുപോലെ ഈ യൂണിവേഴ്സിലെ സ്റ്റാർ ആക്കി ഞാൻ മാറ്റുമെന്നൊക്കെ പറയുന്നതും ലീഗുനാണെങ്കിൽ നീ എന്റെ ആഗ്രഹം നടത്തി തരേണ്ട ആവശ്യം എന്താ, നീ ആദ്യം നിന്റെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റ്, അതാണ് വേണ്ടതെന്ന് പറയുന്നതും അല്ല ഇതെന്റെ കോട്ടയിലെന്ന് ലീഷൻ ചോദിക്കുന്ന ടൈമിൽ അത് ഞാൻ ജസ്റ്റ് കണ്ടപ്പെട്ടതാന്നൊക്കെ പറയുന്നതും ഇവർ രണ്ടുപേരും തല്ലുകൂടുന്നതായിട്ടുള്ള ഒരു ഫണ്ണി സീനാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് സീനില് സെയിം ക്യുജോങ്ങിന്റെ അമ്മയൊക്കെ കൂടിയിട്ട് പുറത്ത് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതും ക്യുജോങ് ഇന്ന് എന്റെ പാർട്ട് ടൈം ജോലി കണ്ടുപിടിച്ചതിന് ഒരു കണക്കിന് ഞാൻ രക്ഷപ്പെട്ടത്, എന്റെ കൈ മൊത്തം മുറിഞ്ഞു എന്ന് പറയുന്നതും ചേച്ചിക്ക് അമ്മ പാർട്ട് ടൈം ജോലി ചെയ്യുന്നത് കൊണ്ട് എന്താ ബുദ്ധിമുട്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിലും ചേച്ചി ആകെ മാറിപ്പോയി, നേരത്തെ ചേച്ചിനെ റോട്ടിൽ വെച്ച് കണ്ട ടൈമിൽ ഒരു മൈൻഡ് പോലും ചെയ്തില്ല, ചേച്ചിക്കാണെങ്കിലോ ഞാൻ ബ്ലാങ്കറ്റ് റെഡിയാക്കി കൊടുത്തു, ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊടുത്തു, പക്ഷെ ഒരു മൈൻഡ് പോലും ഇല്ല, പണ്ടത്തെ ചേച്ചി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എന്നോട് എന്ത് സ്നേഹമായിരുന്നുവെന്നോ, എന്നെ ഒരുപാട് പേരൊക്കെ ബുള്ളി ചെയ്യുന്ന ടൈമിൽ ചേച്ചി അവരിൽ നിന്ന് എന്നെ രക്ഷിച്ചിരുന്നു, അപ്പം ഞാൻ ആഗ്രഹിച്ചിരുന്നു വലുതാകുമ്പോൾ എനിക്ക് ക്യുജോങ് ചേച്ചിയെ പോലെ ആവണമെന്ന്, പക്ഷെ കണ്ടില്ലേ ഇപ്പം ആളാകെ മാറിപ്പോയി എന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന അമ്മയ്ക്ക് ചിരിയാണ് വരുന്നത്. അമ്മയാണെങ്കിൽ അതൊക്കെ ക്യുജോങ്ങിന്റെ അഭിനയമല്ലേ എന്ന് പറയുന്നതും അഭിനയമൊന്നാണ് സേ ചോദിക്കുന്നത്. അപ്പം അമ്മയാണെങ്കിൽ അവൾ ശരിക്കും പുറത്തിങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിലൊരു പാവമാണ്, അവൾ ശരിക്കും അവളുടെ അച്ഛനെ പോലെ തന്നെയാണ്, അവളുടെ അച്ഛനും ഒരു സൈക്കാട്രിസ്റ്റ് ആയിരുന്നു, അദ്ദേഹത്തിന് ലീവുള്ളൊരു ദിവസം വോളണ്ടിയർ ജോലിക്ക് വേണ്ടി പോയതാണെന്ന് പറഞ്ഞ ഒരു സീൻ അവിടെ കാണിക്കുന്നുണ്ട്. കുട്ടിയായ ക്യുജോങ് അവളുടെ ടെഡി ബെയർ ആയിട്ട് അച്ഛൻ്റെ ഓഫീസിലേക്ക് വരുമ്പോൾ അച്ഛൻ്റെ ആ രോഗി അച്ഛനെ കൊല്ലുന്നൊരു സീനാണ് കാണിക്കുന്നത്. ഇത് വിവരിക്കുന്ന ടൈമിൽ ഇത് കേൾക്കുന്ന സേക്കാണെങ്കിൽ ആകെ സങ്കടാവുന്നുണ്ട്, എന്നെ പാർട്ട് ടൈം ജോലിക്കൊന്നും വിടാത്തത് ഇതുപോലെ ആരെങ്കിലും എന്നെ അപായപ്പെടുത്തിയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അവൾ എപ്പോഴും പറയാറുണ്ട് അവളുടെ അച്ഛനെ പോലത്തെ ഒരു ഡോക്ടർ ആവാൻ അവൾക്ക് താല്പര്യമില്ലെന്ന്, പക്ഷെ ഞാൻ നോക്കുമ്പോൾ അവൾ ശരിക്കും അവളുടെ അച്ഛനെ പോലെയാണെന്ന് പറയുന്നതും ഇതേ ടൈമിൽ ലീഗുന്റെ റൂം പാസ് ചെയ്തു പോകുന്ന ക്യുജോങ് ആണെങ്കിൽ ഇവന്റെ റൂമിലേക്ക് ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് കാണിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ ലീഗുനാണെങ്കിൽ ഉറക്കം വരാതെ ഇവൻ എണീറ്റ് കാണുന്നത് ചാസിയോനയുടെ പ്രാക്ടീസ് വീഡിയോ ആയിരിക്കും. ഇത് കാണുമ്പോൾ ഇവനൊരു ഐഡിയ തോന്നുന്നുണ്ട്. പിറ്റേ ദിവസം നേഴ്സ് സോങ് വന്ന് നോക്കുമ്പോൾ ലീഗുൻ ഉറങ്ങുകയായിരിക്കും, എന്നാൽ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് വെച്ചാൽ പോകുന്ന ടൈമിൽ കിടക്കുന്നത് ലീഗുനായിരിക്കില്ല, പകരം
ബാദൂക്ക് ആയിരിക്കും. ഇവനെ കൊണ്ട് തോറ്റു എന്ന് ബാദൂക്ക് പറയുന്നുണ്ട്. ലീഗുനാണെങ്കിലോ ചാസിയോനെയും കൂട്ടി മാനേജറുടെ അടുത്തേക്ക് വരുന്നതും മാനേജറുടെ മുന്നിൽ വെച്ചിട്ട് ചാസിയോനെ സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ മാനേജർ ആണെങ്കിലോ അങ്ങനെ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തല്ലോ എന്നുള്ള ഹാപ്പി മൂഡിലായിരിക്കും. എന്നാൽ ലീഗുനാണെങ്കിൽ ആ പേപ്പർ മാറ്റിയിട്ട് മറ്റൊരു ലെറ്റർ ആണ് കൊടുക്കുന്നത്. ഇത് നോക്കുന്ന ടൈമിൽ റെസിഗ്നേഷൻ ലെറ്റർ ആയിരിക്കും. ഇത് കാണുന്ന മാനേജറുടെ കണ്ണ് തള്ളുന്നുണ്ട്. ഇതെന്താ ചെയ്യുന്നത്, കളിക്കാൻ നിൽക്കാതെ ആ കോൺട്രാക്ട് ഇങ്ങോട്ട് തായോ എന്ന് പറയുന്നതും അപ്പോഴാണ് ലീഗുൻ സ്വന്തമായിട്ട് ഒരു ഏജൻസി തുടങ്ങിയെന്നും അതിന്റെ പേര് ഗൂൻ എന്നായിരിക്കും കേട്ടോ. ഇത് കാണുന്ന മാനേജർ ആണെങ്കിൽ അപ്പൊ അതിന്റെ കോൺട്രാക്റ്റ് ആണ് ഇപ്പൊ സൈൻ ചെയ്തതെന്ന് ഇവരോട് ചോദിക്കുന്നതും ചാസിയോനോട് ഇതൊക്കെ ചോദിക്കുന്ന ടൈമിൽ ഇവള് കൂളായിട്ട് ഒരു കൂൾ ഡ്രിങ്ക്സ് കുടിക്കുന്നതും എനിക്കിപ്പോഴാ സമാധാനമായി എന്ന് അവിടെ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന മാനേജർ ആണെങ്കിൽ ഇവളോട് ചൂടാകുന്നതും അല്ല ഞാൻ മുന്നേ കണ്ടിട്ടുള്ള അതേ ലീഗുൻ തന്നെയാണോ എൻ്റെ മുന്നിൽ ഇപ്പോൾ ഇരിക്കുന്നതെന്ന് ചോദിക്കുന്നതും അതേ ലീഗും തന്നെയാണെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂളായിട്ട് ഇറങ്ങിപ്പോകുന്ന ടൈമിൽ അങ്ങനെ ഞാൻ വെറുതെ വിടത്തില്ല, എല്ലാ മീഡിയാസിനെയും വിളിച്ചിട്ട് ഇവൾക്ക് ആക്സിഡന്റ് പറ്റിയ കാര്യമൊക്കെ ഞാൻ അറിയിക്കുമെന്ന് പറയുന്ന മാനേജറോട് ലീഗുൻ കാണിച്ചു കൊടുക്കുന്നത് ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആയിരിക്കും. അതായത് ഇവൾക്ക് ആക്സിഡന്റ് പറ്റി അതറിഞ്ഞിട്ട് ഈ ഏജൻസിക്കാർ ഇവളെന്നെ സസ്പെൻഡ് ചെയ്തുവെന്നും ഇവളിനി റെസ്റ്റ് എടുത്തിട്ട് തെറാപ്പിയിൽ കൂടുതൽ ശ്രദ്ധിക്കുമെന്നൊക്കെ ആയിരിക്കും. അതായത് മാനേജർ ഇങ്ങനെ ഒരു കാര്യം ഒപ്പിക്കുമെന്ന് ലീഗുൻ അറിയാവുന്നത് കൊണ്ട് തന്നെ അവൻ ഓൾറെഡി ഈ ന്യൂസ് പുറത്തേക്ക് വിടുന്നുണ്ട്. ചാസിയോനെ ആണെങ്കിൽ അല്ല ഈ ഏജൻസി തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ ട്രീറ്റ്മെന്റിന് പോയ ഫണ്ടൊക്കെ എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിക്കുന്നതും ലീഗുനാണെങ്കിൽ അതെ നീ നന്നായി ഓടുന്ന ടൈമിൽ വീണെന്ന് വെച്ച് എന്താ ചെയ്യുക, എണീറ്റ് നിന്നിട്ട് ഷൂ ലേസ് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടും അല്ലേ, അത് തന്നെ എവിടെയും ചെയ്യേണ്ടത്, നീ ഇതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട, എൻ്റെ കയ്യിൽ നല്ലൊരു ഐഡിയ ഉണ്ടെന്ന് പറയുന്നതും ഇവളാണെങ്കിൽ കൊള്ളാലോ എന്നവിടെ പറയുന്നുണ്ട്. പിന്നീട് ക്യുച്ചോങ്ങും ഇവളുടെ പ്രൊഫസറും ഡയറക്ടറൊക്കെ കൂടിയിട്ട് മിനിസ്റ്ററെ കാണുന്നതും അതായത് ഫണ്ട് റിലീസ് ചെയ്യണല്ലോ ഇവരുടെ ബഡ്ജറ്റ് അതിനെ പറ്റിയൊക്കെ സംസാരിക്കുന്ന ടൈമിൽ അല്ല നിങ്ങൾ ഡോക്യുമെന്റേഷൻ ഒന്നും പ്രസന്റ് ചെയ്തില്ലല്ലോ എന്ന് ഇയാൾ ചോദിക്കുന്ന ടൈമിലാണ് ക്യുജിയോങ്ങിന് കാര്യം ഓർമ്മ വരുന്നത്. അപ്പോൾ പ്രൊഫസർ ആണെങ്കിൽ താൻ ഇതുവരെ അത് സബ്മിറ്റ് ചെയ്തില്ലെന്ന് ചോദിക്കുന്നതും അതായത് ലീഗുനായിട്ട് പെട്ടി മാറിയല്ലോ ആ പെട്ടിയിലാണ് ഈ ഫയൽ എന്ന് ഓർത്തെടുക്കുന്ന ഇവളാണെങ്കിൽ പ്രൊഫസർ നോക്കി കണ്ണോണ്ടൊക്കെ കാണിക്കുമ്പോൾ ഇന്ന് തന്നെ സബ്മിറ്റ് ചെയ്യാമെന്ന് പ്രൊഫസർ അവിടെ പറയുന്നുണ്ട്. എന്നാലും ഇത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയലിന്റെ കാര്യം ഞാൻ എങ്ങനെ മറന്നുവെന്ന് ക്യുജിയോങ് ഇങ്ങനെ പറയുന്നതും പിന്നീട് ലാസ്റ്റ് ദിവസം നടന്ന ഒരു കാര്യം ആലോചിച്ച് ഇവൾക്കാണെങ്കിൽ ലീഗുനോട് ചോദിക്കാൻ ഒരു മടിയുണ്ട്. അപ്പോൾ ഇവളാണെങ്കിൽ UK ഇവരുടെ ഓഫീസിലേക്ക് നേരിട്ട് വിളിക്കുന്നതും ആ ഡോക്യുമെന്റേഷന്റെ കോപ്പിയൊക്കെ അയച്ചു തരാൻ പറയുന്ന ടൈമിൽ ഇവരാണെങ്കിൽ നാളെ വിളിക്കണം എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഇവളാണെങ്കിൽ അവസാനം എന്നാൽ ശരി ലീഗുനോട് ചോദിക്കാന്നൊക്കെ വിചാരിച്ച് അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിലും ഇവൾക്ക് അതിന് കഴിയാത്തത് കൊണ്ട് തന്നെ ഇവൾ റിസപ്ഷനിൽ പോയിട്ട് നഴ്സ് സോങ്ങിനോട് ലീഗുന്റെ ബ്രദർ ലീഷനില്ലേ ആളുടെ കൺസൾട്ടേഷൻ എങ്ങാനും ഇന്നുണ്ടോ എന്ന് ചോദിക്കുന്നതും അപ്പൊ അവിടെയുള്ള ഡോക്ടർ ആണെങ്കിലും ആ ബെസ്റ്റ് ആളുടെ ഫൈനൽ ഗെയിം ഞങ്ങൾ ഇത് ഇവിടെ ഇരുന്ന് കാണുകയില്ലെന്ന് ഇവർ പറയുന്നതും ഓ അത് ശരിയാണല്ലേ, ലീഗുന്റെ പാരന്റ്സോ അവരെങ്ങാനും ഹോസ്പിറ്റലിൽ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ബെസ്റ്റ് അവരുടെ മകന്റെ കളി കാണാൻ പോയിരിക്കാന്ന് പറഞ്ഞ് അതും സ്ക്രീനിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ക്യുച്ചോങ് ആണെങ്കിൽ ഉടനെ തന്നെ ഒരു ടാക്സിയിൽ കയറുന്നതും അതിനുശേഷം ലീഗുന്റെ അമ്മയെ വിളിക്കുന്ന ടൈമിൽ ഇവർ ഗ്രൗണ്ടിലായിരിക്കും കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ ലീഗുന്റെ ഒരു ID പ്രൂഫിന്റെ ആവശ്യമുണ്ട്, ഒരു ഡോക്യുമെന്റേഷന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നതും ഞങ്ങളിപ്പോൾ കോർട്ടിലാണ് വീട്ടിൽ ആരും ഇല്ല എന്ന് പറയുന്ന ടൈമിൽ അയ്യോ അത്യാവശ്യമാണ് എങ്ങനെയെങ്കിലും കിട്ടിയേ പറ്റൂ, ആ ഒരു കാര്യം ചെയ്യാൻ ഞങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റാഫിനെ വീട്ടിലേക്ക് അയച്ചാൽ അവിടെ കയറി എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ലീഗുന്റെ ഡോക്ടറൊക്കെ ആണല്ലോ അതുകൊണ്ട് തന്നെ അമ്മ എന്നാൽ ശരി അങ്ങനെ എടുത്തോളൂ ഞാൻ പാസ്വേഡ് അയച്ചു തരാമെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ക്യുച്ചോങ്ങിന് അങ്ങ് ഹാപ്പി ആകുന്നുണ്ട്. അമ്മയാണെങ്കിലും അല്ല ഹോസ്പിറ്റലിലെ ഡോക്യുമെന്റേഷൻ ഒക്കെ ഇപ്പോൾ ഡോക്ടേഴ്സ് ആണോ ചെയ്യുന്നതെന്ന് അവിടെ അങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ ഗെയിം കളിക്കുന്ന ലീഷനാണെങ്കിലും ആലോചിക്കുന്നത് ക്യുച്ചോങ് പല തവണയായിട്ട് ഇവനോട് ചോദിച്ചിരുന്നു നീ മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, നിനക്കൊന്നും ആഗ്രഹം ഇല്ലേന്ന്. അതുപോലെ ലാസ്റ്റ് ടൈമിൽ ലീഗുനും ചോദിച്ചിരുന്നു അതായത് നീ എന്തിനാ എൻ്റെ ഡ്രീം നടത്തി തരേണ്ട ആവശ്യം, നിനക്ക് നിന്റെ ഡ്രീം അങ്ങ് നടത്തിയാൽ പോരെ എന്നൊക്കെ. ഇതൊക്കെ ആലോചിക്കുന്ന ഇവനാണെങ്കിൽ സ്റ്റക്കായി നിൽക്കുന്നത് ഇത് കാണുന്ന പാരന്റ്സിനാകെ പേടിയാകുന്നുണ്ട്. ഇതേ ടൈമിൽ വീട്ടിലെത്തുന്ന ക്യുച്ചോങ് ആണെങ്കിലോ വീട്ടിൽ കയറണോ ഇനി അവരെങ്ങാനും അറസ്റ്റ് ചെയ്യോ, അതൊന്നുമില്ല ഒന്നില്ലെങ്കിൽ ഞാൻ അകത്ത് കയറുന്നത് പെർമിഷൻ ചോദിച്ചിട്ടാണല്ലോ, മാത്രമല്ല എൻ്റെ ലഗേജ് എടുക്കാനല്ലെന്നൊക്കെ പറഞ്ഞ് ഇവൾ സ്വയം ആശ്വസിപ്പിച്ച് വീടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതും പമ്മി നടക്കുന്ന ടൈമിൽ പെട്ടെന്ന് കോളേ കണ്ട് ഇവൾ ശരിക്കും ഞെട്ടുന്നുണ്ട്. ഓ ഈ പട്ടിയുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞ് ഇവള് ടെൻഷൻ അടിക്കുന്നതും ഇതേ ടൈമിൽ തേയോങ്ങും ഡോക്ടർ സോങ്ങും കൂടി ലീഗുന്റെ റൂമിലേക്ക് വരുന്നത് നേരത്തെ വരുമ്പോൾ ലീഗുന് ഉറങ്ങുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നഴ്സ് സോങ് നോക്കുമ്പോൾ അവിടെ ബാദൂക്കിനെ കണ്ടിട്ട് ശരിക്കും ഞെട്ടുന്നുണ്ട്. ഇതേ ടൈമിൽ ലീഷന്റെ റൂമിലെത്തുന്ന ക്യുച്ചോങ് ആണെങ്കിലോ ഇത് ലീഷിന്റെ റൂമാണെന്ന് തോന്നുന്നു, ഇവിടെ എവിടെയെങ്കിലൊക്കെ ലഗേജ് ഉണ്ടോ നോക്കട്ടെ എന്നൊക്കെ പറയുന്ന ഒരു സീനും കാണിക്കുന്നുണ്ട്. ലീഗുനാണെങ്കിലോ പെട്രോൾ അടിക്കാൻ വേണ്ടി ഗ്യാസ് സ്റ്റേഷനിലേക്ക് വരുന്നതും ക്രെഡിറ്റ് കാർഡിന് പകരം എടുത്തു കൊടുക്കുന്നത് എന്തോ ഒരു കൂപ്പൺ ആയിരിക്കും കേട്ടോ. അപ്പോഴാണ് ഇവന് ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ മറന്നു എന്ന് മനസ്സിലാകുന്നതും ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നതുമാണ് കാണിക്കുന്നത്. ഇതേ ടൈമിൽ കളി കഴിയുന്ന ലീഷിനെ ആണെങ്കിൽ അമ്മ ചീത്ത പറയുന്നതും നീ എന്താ കോൺസെൻട്രേഷൻ ചെയ്യാത്തത്, ട്രെയിനിങ് ഒന്നും ഇങ്ങനെ ചെയ്താൽ പോരാ എന്ന് പറയുമ്പോൾ അവൻ ജയിച്ചില്ലേ എന്ന് അച്ഛൻ അവിടെ ചോദിക്കുന്നുണ്ട്. കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി സമയം നീക്കി
ആക്കി വെക്കണം, സ്കെഡ്യൂൾ ചെയ്യണം എന്നൊക്കെ പറയുന്നതും അച്ഛനാണെങ്കിൽ ഇത് കഴിഞ്ഞ് ഇവനൊരു ആഡിന്റെ ഷൂട്ട് ഉണ്ടെന്ന് പറയുന്നതും എനിക്ക് പൈസയല്ല പ്രധാനം, ഇവന്റെ ഗെയിമാണ്, അത് ഇംപ്രൂവ് ചെയ്യാനുണ്ടെന്നൊക്കെ പറഞ്ഞ് അമ്മ ചൂടാകുന്നതും ഇതേ ടൈമിൽ ലീഷിന്റെ കയ്യിലെ വാച്ചിൽ അലാം അടിക്കുന്നുണ്ട് കേട്ടോ. ഇവനാണെങ്കിൽ അപ്പം തന്നെ എണീറ്റ് നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നതും അതായത് ഇവന്റെ ഒരു സിസ്റ്റമാറ്റിക് ജീവിതമാണെന്നാണ് കേട്ടോ കാണിക്കുന്നത്. പെട്ടെന്ന് ഇവനാണെങ്കിൽ എനിക്കൊന്ന് ബ്രേക്ക് എടുക്കണം എന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന അമ്മയാണെങ്കിൽ നീ എന്തേ പറയുന്നതെന്ന് ചോദിക്കുന്നതും എനിക്കൊന്ന് കുളിച്ചിട്ട് നന്നായിട്ട് ഉറങ്ങണം, ഇത് എൻ്റെ ഡിസിഷൻ ആണെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന അമ്മയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പം ഇവനാണെങ്കിൽ കൂളായിട്ട് അവിടെ നിന്നും പോകുമ്പോൾ അച്ഛനാണെങ്കിൽ ദേഷ്യപ്പെടുന്ന അമ്മയോട് അവൻ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് എടുത്തോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ ടൈമിലാണെങ്കിൽ ക്യുൻചോങ് അവിടെ മൊത്തം പരതുന്നതും ഈ വീട്ടിൽ എത്ര ഡോറ ഉള്ളെന്ന് പറഞ്ഞിട്ട് അവസാനം ഇവള് ലീഗുവിന്റെ റൂമിൽ എത്തുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവനും അമ്മൂമ്മയായിട്ടുള്ള ഫോട്ടോയ്ക്ക് ഇവള് നോക്കുന്നതും ഇവളുടെ ലഗേജ് അവിടെ കാണുന്ന ടൈമിൽ ക്യുൻചോങ്ങിന് നല്ല ഹാപ്പി ആകുന്നുണ്ട്. ഇതേ ടൈമിൽ ലീഷിനാണെങ്കിൽ തിരിച്ചു വീട്ടിലേക്ക് വരുന്നതും സെയ ഇവന്റെ വണ്ടിയെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഇവനാണെങ്കിൽ ഇവളെ കണ്ടൊന്ന് ഷോക്കായി നിൽക്കുന്നതും ഇതേ ടൈമിൽ പെട്ടി കിട്ടിയ സന്തോഷത്തിലെ ക്യുൻചോങ് പുറത്തിറങ്ങാൻ നോക്കുന്ന ടൈമിലാണ് കറക്റ്റ് അങ്ങോട്ട് ലീഗുൻ വരുന്നത് കാണുന്നതും ഇവളാണെങ്കിൽ പെട്ടിയുടെ പുറകിലായിട്ട് ഒളിച്ചിരിക്കുന്നുണ്ട്. ഡോറ് തുറന്നു വരുന്ന ലീഗുനാണെങ്കിൽ പെട്ടിയുടെ ബാക്കിലായിട്ട് ആരും ഇരിക്കുന്നത് കാണാനുണ്ട്. ഇതേ ടൈമിൽ തന്നെ ലീഷിനും സെയും പരസ്പരം നോക്കി നിൽക്കുന്നതും ലീഗുൻ നോക്കുന്ന ടൈമിൽ ഒളിച്ചിരിക്കുന്ന ക്യുചോങ്ങിനെ കാണുന്നതും ഇവന് ചിരിയാണ് വരുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും നോക്കി നിൽക്കുന്നിടത്ത് വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.